ഹർത്താലിനും പൊതുമുതൽ നശിപ്പിക്കുന്നതിനുമെതിരെ കർശന നടപടി പ്രഖ്യാപിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. പ്രളയാനന്തര കേരളത്തിന്റെ നിർമ്മാണത്തിന് 7000 കോടി രൂപയുടെ ലോകബാങ്ക് ADB വായ്പയെടുക്കാൻ തീരുമാനിച്ചതായി ഗവർണർ പ്രഖ്യാപിച്ചു. നവോത്ഥാന മ്യൂസിയം സ്ഥാപിക്കുന്നതിനൊപ്പം ലിംഗസമത്വത്തിനും ഊന്നൽ നൽകും. തിരുവനന്തപുരം കാസർഗോഡ് യാത്രാസമയം 4 മണിക്കൂറായി കുറയ്ക്കുന്ന അതിവേഗ ട്രെയിൻ വീണ്ടും സർക്കാർ പദ്ധതിയിൽ ഇടം പിടിച്ചു. ശബരിമലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപനം വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടങ്ങളും സ്വപ്ന പദ്ധതികളും എണ്ണിപ്പറയുന്നതാണ് ജസ്റ്റിസ് പി സദാശിവത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗം. പ്രളയത്തെ അതിജീവിച്ച കേരളം നീതി ആയോഗിന്റെ സർവേയിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി. Kerala has been placed first among all Indian states due to its best performance in the first SDG India Index 2018 carried out by Niti Aayog. ഹർത്താലുകളോടുള്ള സർക്കാരിന്റെ പുതിയ സമീപനം നയപ്രഖ്യാപനത്തിലും വ്യക്തമാണ്. Destruction of public and private property will be punished and losses recovered in order to protect livelihoods and ensure the economic activity in the state does not suffer. Tourism and IT sectors will be exempted from hartals. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കാൻ ഡിസൈൻ റോഡുകളും ഗതാഗത സൗകര്യത്തിന് അതിവേഗ പാതകളും. Rebuilt roads and basic infrastructure to restore confidence of tourists. Broad gauge railway line from Thiruvananthapuram to Kasaragod for semi-high-speed trains. കുട്ടികളിൽ ശാസ്ത്ര കൗതുകം വളർത്താൻ ശാസ്ത്രായനം. ഗോത്രവർഗങ്ങൾക്ക് കുടുംബത്തിൽ ഒരാൾക്ക് തൊഴിൽ. Measures will be taken to extend the special recruitment drive from among ST candidates for appointment in all departments. മുന്നാക്ക സമുദായ ക്ഷേമം ഉറപ്പാക്കും. ദേവസ്വം ബോർഡിലെ 10% മുന്നാക്ക സംവരണം തുടരുമെന്ന് പറയുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പുതിയ സംവരണ നയത്തെക്കുറിച്ച് നയപ്രഖ്യാപനം മൗനം പാലിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ മാനിഫെസ്റ്റോ കൂടിയായി മാറി. സംസ്ഥാനത്തിന് സഹായം നൽകുന്നതിൽ കേന്ദ്രം ഉപേക്ഷ കാണിക്കുന്നെന്ന് തുറന്നു പറയുന്നതാണ് പ്രസംഗം. വനിതാ മതിലിലൂടെ മുന്നോട്ടുവെച്ച രാഷ്ട്രീയവും നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുത്തു പറഞ്ഞു. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നത് മാത്രമായിരുന്നില്ല, വിവാദ വിഷയങ്ങളിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നതുമായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പ്രതിപക്ഷത്തെ ഇരു മുന്നണികൾക്കുമുള്ള മറുപടിയും പ്രസംഗത്തിലുണ്ടായിരുന്നു. വനിതാ മതിലിൽ 50 ലക്ഷത്തിലധികം സ്ത്രീകളുടെ പങ്കാളിത്തമുണ്ടായിരുന്നുവെന്നും ഗവർണർ പറഞ്ഞുവെച്ചു. The fact that more than 50 lakh women gathered on the historic evening gives us faith and confidence in protecting and promoting the secular and progressive values that Kerala is known for. ലിംഗസമത്വം, നവോത്ഥാനം എന്നീ ലക്ഷ്യങ്ങളിൽ സർക്കാരിന്റെ നിലപാട് ആവർത്തിച്ചുറപ്പിക്കാനും മറന്നില്ല. അച്ചടിച്ച പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗം കഴിഞ്ഞ തവണ വായിക്കാതെ വിട്ട ഗവർണർ ഇക്കുറി കേന്ദ്ര സർക്കാർ വിമർശനവും വായിച്ചു. The government has requested the government of India to enhance the state's borrowing limit to mobilize additional resources for rebuilding Kerala. We are still awaiting favorable response from central government in this regard. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി തിരുത്തൽ ആവശ്യപ്പെടുന്നതായിരുന്നു വിമർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. നയമില്ലാത്ത നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ നടത്തിയതെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. പ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വ്യക്തമായ പദ്ധതിയോ ദിശാബോധമോ നയപ്രഖ്യാപനത്തിലില്ല. ശബരിമല വിഷയത്തിൽ സർക്കാർ ഗവർണറെ കൊണ്ട് രാഷ്ട്രീയം പറയിച്ചെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നിരാശാജനകമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം തീർത്തും നിരാശാജനകമാണ്. ഈ ഗവൺമെന്റ് 2.5 വർഷമായി ആവിഷ്കരിച്ച പരിപാടികളെ പറ്റി ഒന്നും പറയുന്നില്ല. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് പ്രത്യേക പാക്കേജ് പ്രതീക്ഷിച്ചിരുന്നു. പ്രളയത്തിൽ തകർന്നുപോയ കാർഷിക മേഖലയെ പൂർണ്ണമായി ഗവർണർ നയപ്രഖ്യാപനത്തിൽ അവഗണിക്കുകയാണ് ചെയ്തത്. പുനർനിർമ്മാണ പ്രവർത്തനത്തിന് പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നതിൽ വ്യക്തതയില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ശബരിമല വിഷയത്തിൽ വർഗീയ ധ്രുവീകരണമുണ്ടാക്കി അതിന്റെ ക്രെഡിറ്റ് എടുക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ശബരിമല തീർത്ഥാടനം അവതാളത്തിലാക്കുകയും ചെയ്ത ക്രെഡിറ്റ് ഗവർണറെ കൊണ്ട് എടുത്തു പറയിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ആദിവാസി കുടുംബത്തിലെ ഒരാൾക്ക് ജോലി എന്നത് ആത്മാർത്ഥതയില്ലാത്ത പ്രഖ്യാപനമാണ്. മധു എന്ന ഒരു ആദിവാസി യുവാവിനെ ജനക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പോലും ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടും വെക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റാണ് ആദിവാസിക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കൊടുക്കുമെന്ന് പറയും. മുമ്പ് പറഞ്ഞ് ഇതുവരെ നടപ്പാക്കാത്തതാണ് പല പ്രഖ്യാപനങ്ങളും. ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി നടപ്പാക്കുന്നതാണ്. പണ്ട് പല ഗവർണർമാരെ കൊണ്ടും പറയിച്ച കാര്യമാണിത്. ഇന്ന് വരെ യാഥാർത്ഥ്യമാകാത്ത ഒരു കാര്യമാണ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെ UDF തുടക്കമിട്ട പദ്ധതികളാണ് സർക്കാരിന്റെ വികസന നേട്ടമായി ആവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഗവർണർ നേട്ടങ്ങളായി എഴുതി വായിച്ച ഓരോ കാര്യവും കഴിഞ്ഞ UDF ഗവൺമെന്റ് 50 മുതൽ 80% വരെ പൂർത്തിയാക്കിയ പദ്ധതികൾ തന്നെയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ റേഷൻ കടകൾ നവീകരിക്കാനുള്ള KSFE വായ്പാ പദ്ധതി ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. റേഷൻ കടകൾക്ക് വായ്പ നൽകുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായില്ലെന്ന് KSFE പറയുന്നു. റേഷൻ കടകളെ സൂപ്പർമാർക്കറ്റ് മാതൃകയിൽ നവീകരിക്കുമെന്നായിരുന്നു പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ പ്രഖ്യാപനം. സംസ്ഥാനത്ത് 14,335 റേഷൻ ഷോപ്പുകളുണ്ട്. സൂപ്പർമാർക്കറ്റ് മാതൃകയിൽ നവീകരണത്തിന് ഷോപ്പ് ഉടമകൾക്ക് KSFE വഴി പലിശരഹിത വായ്പ നൽകുമെന്നായിരുന്നു 2016-2017 വർഷത്തെ ബജറ്റിൽ ധനമന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിച്ചത്. എന്നാൽ വർഷം 3 കഴിഞ്ഞിട്ടും സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ന്യായവില ഷോപ്പുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചില്ല. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് KSFEയുടെ രേഖാമൂലമുള്ള മറുപടി. ബജറ്റ് പ്രഖ്യാപനത്തിനപ്പുറം തുടർ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി. KSFE പലിശരഹിത വായ്പ നൽകി റേഷൻ കട നവീകരിച്ച് മിനി സൂപ്പർ മാർക്കറ്റ് ആക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പദ്ധതി നടപ്പായാൽ ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കും. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഓരോ ബജറ്റിലും ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം മുറ പോലെ നടക്കും. എന്നാൽ ഇതിൽ പലതും ജനങ്ങളിലെത്താതെ ചുവന്ന ചരടിൽ കുരുങ്ങിക്കിടക്കുന്നു. റേഷൻ കടകളുടെ കാര്യത്തിലും സംഭവിച്ചത് ഇതാണ്. കോഴിക്കോട്ട് നിന്ന് S വിനേഷ് കുമാർ, ന്യൂസ് 18. മന്ത്രി KT ജലീലിന്റെ ബന്ധു KT അദീബിന് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമനം നൽകിയത് ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് നിയമസഭയിൽ രേഖാമൂലം സർക്കാരിന്റെ മറുപടി. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് വിജ്ഞാപനത്തിൽ അധിക യോഗ്യതകൾ ഉൾപ്പെടുത്തിയതെന്നും മന്ത്രി KT ജലീൽ നൽകിയ മറുപടിയിൽ പറയുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജരായി KT അദീബിന് നിയമനം നൽകിയത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് സർക്കാരിന്റെ രേഖാമൂലമുള്ള മറുപടി. പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉന്നത നിയമനത്തിന് ദേശീയ അംഗീകാരമുള്ള വിദഗ്ധ സമിതിയുടെ ശുപാർശ ആവശ്യമാണ്. എന്നാൽ അദീബിന്റെ കാര്യത്തിൽ ഈ ചട്ടം പാലിച്ചില്ല. നിയമസഭയിൽ പാറക്കൽ അബ്ദുള്ളയ്ക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി KT ജലീൽ ഇക്കാര്യത്തിലെ വീഴ്ച വ്യക്തമാക്കുന്നത്. അപേക്ഷയോടൊപ്പം അദീബ് PGDBAയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നില്ല. ഈ കോഴ്സ് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് മന്ത്രിയുടെ ഉത്തരം. മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണ് അധിക യോഗ്യതകൾ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയത്. അദീബിന്റെ നിയമനത്തിൽ കോർപ്പറേഷന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ലെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് സർക്കാരിന്റെ ഏറ്റുപറച്ചിലെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ആകെ പ്രയോജനം ഉണ്ടായിട്ടുള്ളത് പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്ക് മാത്രമാണ് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജറായിട്ടായിരുന്നു അദീബിന്റെ നിയമനം. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ സീനിയർ മാനേജറായിരുന്ന അദീബ് കുറഞ്ഞ ശമ്പളത്തിലാണ് ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിലേക്ക് വന്നതെന്നും സർക്കാരിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ വാദം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ സഭാ തർക്കത്തിൽ കർശന മുന്നറിയിപ്പുമായി സുപ്രീംകോടതി. കയ്യൂക്കും അധികാരവും ഉപയോഗിച്ച് വിധി അട്ടിമറിക്കാൻ ശ്രമിക്കരുതെന്ന് കോടതി പറഞ്ഞു. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള തൃശൂർ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയുടെ ഉടമസ്ഥ തർക്കവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സഭാ തർക്കത്തിനെതിരായ സുപ്രീംകോടതി വിമർശനം. അന്തിമ വിധി പറഞ്ഞ കേസിൽ വീണ്ടും ഹർജിയുമായി വന്നാൽ കോടതി ചെലവ് ഈടാക്കുമെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര മുന്നറിയിപ്പ് നൽകി. ചാലിശ്ശേരി പള്ളി കേസിൽ യാക്കോബായ വിഭാഗം നൽകിയ ഹർജി കോടതി തള്ളി. പിറവം പള്ളി കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതിയുടെ പുതിയ ബെഞ്ചും പിന്മാറി. ജസ്റ്റിസ് CK അബ്ദുൾ റഹീം, ജസ്റ്റിസ് TV അനിൽകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പിന്മാറിയത്. പിന്മാറ്റത്തിന് കാരണം ബെഞ്ച് വ്യക്തമാക്കിയില്ല. 3ാം തവണയാണ് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നത്. കക്ഷികളുടെ അഭിഭാഷകർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് നേരത്തെ 2 തവണയും ജഡ്ജിമാർ പിന്മാറിയത്.
പിറവം കേസ് പരിഗണിക്കുന്ന പുതിയ ബെഞ്ചിന്റെ കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കും. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റുകൾ ഇന്നുണ്ടാകും. ഡൽഹിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രഭു, രവി എന്നിവരുടെയും ബോട്ടുടമ തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറിന്റെയും അറസ്റ്റാകും രേഖപ്പെടുത്തുക. അന്വേഷണ സംഘം വൈകിട്ട് മാധ്യമങ്ങളെ കാണും. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റാണ് ഇന്നുണ്ടാകുന്നത്. കേസുമായി ബന്ധപ്പെട്ട് പ്രഭു, രവി, അനിൽകുമാർ എന്നിവരുടെ പങ്ക് സംശയാതീതമായി തെളിഞ്ഞ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കുന്നത്. പ്രഭു, രവി എന്നിവർക്ക് മനുഷ്യക്കടത്ത് സംബന്ധിച്ച് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നുവെന്നും കടത്തിന് എല്ലാ ഒത്താശയും ഇവർ ചെയ്തിരുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കുള്ള മനുഷ്യക്കടത്തിൽ ഒരു നിർണായക കേന്ദ്രമായിരുന്നു മുനമ്പം എന്ന വിവരമാണ് ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഡൽഹിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രഭു, രവി, സനൂപ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതിൽ പ്രഭുവിന്റെ പങ്കാണ് കൂടുതൽ നിർണായകമായത്. 2013 ബോട്ടിൽ ഓസ്ട്രേലിയയിലെത്തിയ പ്രഭു 2 വർഷത്തോളം അവിടെ കൃഷിത്തോട്ടത്തിൽ ജോലി ചെയ്തു. അഭയാർത്ഥി വിസയിൽ ക്രിസ്മസ് ദ്വീപിലായിരുന്നു ജോലി ചെയ്തത്. അക്കാലത്ത് ഓസ്ട്രേലിയൻ സർക്കാരിൽ നിന്ന് അഭയാർത്ഥികൾക്കുള്ള ആശ്വാസധനവും കൈപ്പറ്റി. 2 വർഷത്തിനു ശേഷം ഓസ്ട്രേലിയൻ സർക്കാർ തന്നെ ഈ സംഘത്തെ തിരിച്ചയക്കുകയായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. പ്രഭുവിന് മുഖ്യപ്രതി ശ്രീകാന്തൻ അടക്കമുള്ളവരുമായി അടുത്ത ബന്ധമുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിലടക്കം സംഘത്തിനു വേണ്ടി ഇയാൾ ആളെ കൂട്ടിയെന്നും തെളിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പങ്ക് തെളിഞ്ഞ സാഹചര്യത്തിലാണ് അറസ്റ്റ്. ന്യൂസ് 18 കൊച്ചി. നടി മഞ്ജു വാര്യർ രാഷ്ട്രീയത്തിലേക്ക്. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണ. കോൺഗ്രസ് നേതൃത്വവുമായി മഞ്ജു വാര്യർ കൂടിയാലോചനകൾ നടത്തി. പ്രചാരണ രംഗത്ത് മഞ്ജുവിനെ സജീവമാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് CN പ്രകാശ് ചേരുകയാണ്. പ്രകാശ്, മഞ്ജു വാര്യർ ഏതൊക്കെ നേതാക്കളുമായാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയത്? ഒപ്പം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തടക്കം മഞ്ജു വാര്യർ സജീവമാകുമെന്നാണോ സൂചന? നടി മഞ്ജു വാര്യർ കോൺഗ്രസ് പാർട്ടിയുമായി സഹകരിക്കുമെന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള കൂടിയാലോചനകൾ KPCC ഉന്നത നേതൃത്വവുമായി നടന്നു എന്നും അറിയാൻ കഴിയുന്നു. സഹകരിക്കാമെന്ന ഉറപ്പ് ലഭിച്ചു എന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. എങ്കിൽ മഞ്ജു വാര്യർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് മഞ്ജുവിനെതിരെയുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവമായത്. ആദ്യം തൃശൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ആലോചനകൾ നടന്നെങ്കിലും അതിനോട് കോൺഗ്രസ് നേതൃത്വം അനുകൂലമായി പ്രതികരിച്ചില്ല. പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള തൃശൂരിൽ നേതാക്കൾ തന്നെ മത്സരിക്കണം, നഷ്ടമായ സീറ്റ് തിരിച്ചുപിടിക്കാൻ എന്ന വികാരമാണ് നേതൃത്വത്തിനുള്ളത്. തുടർന്ന് നടന്ന കൂടിയാലോചനയിലാണ് കോൺഗ്രസുമായി സഹകരിക്കാമെന്ന് പാർട്ടിക്ക് ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് മഞ്ജു നേതൃത്വം നൽകിയത് എന്നാണ് സൂചനകൾ. ഇക്കാര്യം കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരണ രംഗത്തടക്കം മഞ്ജുവിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നും കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസുമായി സഹകരിക്കുന്ന വാർത്തയോട് മഞ്ജു വാര്യർ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അടുത്ത കാലത്ത് തനിക്ക് രാഷ്ട്രീയമില്ലെന്ന് വ്യക്തമാക്കിയാണ് വനിതാ മതിലിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും മഞ്ജു വാര്യർ പിന്മാറിയത്. ഇടതുമുന്നണി സർക്കാരിന്റെ പല ജനക്ഷേമ പദ്ധതികളിലും സജീവ സാന്നിധ്യമായിരുന്നു മഞ്ജുവിന് മലയാളി മനസ്സുകളിൽ ഉള്ള സ്വാധീനമാണ് പ്രചരണ രംഗത്തടക്കം മുതൽക്കൂട്ടാകുമെന്ന കണക്കൂട്ടിലാണ് കോൺഗ്രസ് ഈ നീക്കങ്ങൾ നടത്തുന്നത്. കൊച്ചിയിൽ നിന്ന് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. 10% സാമ്പത്തിക സംവരണത്തിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഭേദഗതിക്കെതിരായ ഹർജികളിൽ കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. അതിനിടെ സാമ്പത്തിക സംവരണത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അംഗീകരിക്കില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് ഭാഗിക ആശ്വാസമേകിയാണ് 10% സാമ്പത്തിക സംവരണത്തിന് നിലവിൽ സ്റ്റേ ഏർപ്പെടുത്തേണ്ടെന്ന സുപ്രീംകോടതി തീരുമാനം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമാണ് സാമ്പത്തിക സംവരണത്തിനായി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി എന്നാരോപിച്ച് യൂത്ത് ഫോർ ഇക്വാലിറ്റിയും ഏതാനും വ്യക്തികളുമാണ് കോടതിയെ സമീപിച്ചത്. ഹർജികൾ വിശദമായി പരിശോധിക്കുമെന്നറിയിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മറുപടി തേടി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷം ഹർജികൾ പരിഗണനയ്ക്കെത്തും. ഭരണഘടനാ ഭേദഗതി സ്റ്റേ ചെയ്യരുതെന്ന സോളിസിറ്റർ ജനറലിന്റെ ആവശ്യമാണ് കോടതി അംഗീകരിച്ചത്. കോടതി നടപടിയെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സ്റ്റേ ഇല്ലാത്തതിനാൽ സാമ്പത്തിക സംവരണത്തിനായുള്ള തുടർ നടപടികളുമായി കേന്ദ്രത്തിന് മുന്നോട്ടു പോകാം. എന്നാൽ ഹർജികൾ വിശാല ബെഞ്ചിന് വിടാൻ തീരുമാനിച്ച് വാദം കേൾക്കുന്നതിന് മുന്നോടിയായി ഭേദഗതി കോടതി സ്റ്റേ ചെയ്യുമോ എന്നത് പ്രധാനമാകും. സംവരണത്തിന് 50% പരിധി നിശ്ചയിച്ച ഇന്ദിരാ സാഹ്നി കേസിലെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി ലംഘിക്കുന്നതാണ് ഭരണഘടനാ ഭേദഗതിയെന്നാണ് ഹർജിക്കാരുടെ പ്രധാന വാദം. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. സാമ്പത്തിക സംവരണത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് CPM PB. നിലവിലെ മാനദണ്ഡങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെന്ന നിർവചനത്തെ തന്നെ പരിഹസിക്കുന്നതെന്നും CPM.
ടെലിഫോണും ഇമെയിലും ചോർത്താൻ അനുമതി നൽകുന്ന സർക്കാർ ഉത്തരവുകൾ കോടതി നിരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. PUCL നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ. 2013 UPA ഭരണകാലത്ത് 7500 ടെലിഫോണുകളും 500 ഇമെയിലുകളും ചോർത്തിയതായി ഹർജിയിൽ ആരോപിക്കുന്നു. വ്യക്തികളുടെ സ്വകാര്യതയിൽ കൈകടത്തുന്നതിനാൽ ഫോൺ, ഇമെയിൽ ചോർത്തൽ ജുഡീഷ്യൽ കമ്മിറ്റി നിരീക്ഷിക്കണമെന്നാണ് ആവശ്യം. സംവിധായകൻ പ്രിയനന്ദനെ ആക്രമിച്ചയാൾ പിടിയിലായി. RSS പ്രവർത്തകൻ സരോവറാണ് പിടിയിലായത്. വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, വിവരങ്ങൾ. ദിവ്യ, അല്പസമയം മുമ്പാണ് പ്രിയനന്ദനെ ആക്രമിച്ച പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ചേർപ്പ് സ്വദേശിയായ വല്ലച്ചിറ സ്വദേശിയായ സരോവറിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളെ രാവിലെ മുതൽ തന്നെ പോലീസ് തിരയുകയായിരുന്നു. അയൽവാസിയായ സരോവറാണ് സംഭവത്തിന് പിന്നിൽ, അതായത് തന്നെ ആക്രമിച്ചത് എന്ന് പ്രിയനന്ദൻ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. കൊടുങ്ങല്ലൂരിൽ വെച്ചാണ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടിയാണ് പ്രശസ്ത സംവിധായകൻ പ്രിയനന്ദന് നേരെ ആക്രമണം ഉണ്ടായത്. ചാണകവെള്ളം ഒഴിക്കുകയും മർദ്ദിക്കുകയും ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പ്രിയനന്ദൻ പ്രതികരിച്ചത്. തുടർന്ന് അയ്യപ്പനെ പറയാൻ നീ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം. സംഭവത്തിൽ തുടർന്ന് ഈ സംഭവം ആസൂത്രിതമാണ് എന്ന് പ്രിയനന്ദൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവ്യ, ശരി സുവി. സംവിധായകൻ പ്രിയനന്ദനെ ആക്രമിച്ചയാൾ പിടിയിലായിരിക്കുകയാണ്. RSS പ്രവർത്തകനായ സരോവറാണ് അല്പസമയം മുമ്പ് പോലീസിന്റെ പിടിയിലായത്. വിശദാംശങ്ങളാണ് സുവി വിശ്വനാഥ് നൽകിയത്. പ്രിയങ്ക ഗാന്ധിക്കെതിരായ സ്പീക്കർ സുമിത്ര മഹാജന്റെയും ബീഹാർ മന്ത്രി വിനോദ് നാരായൺ ജായുടെയും പ്രസ്താവന വിവാദമാകുന്നു. രാഹുലിന് കഴിവില്ലാത്തതുകൊണ്ടാണ് പ്രിയങ്കയെ നിയമിച്ചതെന്ന് സുമിത്ര മഹാജൻ പറഞ്ഞു. അതീവ സുന്ദരിയാണെന്നതിൽ കവിഞ്ഞ് ഒരു രാഷ്ട്രീയ നേട്ടവും പ്രിയങ്ക ഗാന്ധിക്ക് ഇല്ലെന്നായിരുന്നു വിനോദ് നാരായൺ ജായുടെ പ്രസ്താവന. ഇത്തരം നീചമായ പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് മോദിയും അമിത്ഷായും വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിയുടെ സജീവ രാഷ്ട്രീയ പ്രവേശനത്തെ വിമർശിക്കാനും പരിഹസിക്കാനുമുള്ള തിരക്കിലാണ് BJP നേതാക്കൾ. ഒറ്റയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആകില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സഹായത്തിനായി രാഹുൽ പ്രിയങ്കയെ വിളിച്ചതെന്നാണ് സ്പീക്കർ സുമിത്ര മഹാജന്റെ പ്രതികരണം. രാഹുൽ ജിനെ एक प्रकार से ये एक्सेप्ट किया कि राजनीति करना मेरे अकेले के बस की बात नहीं है, ये उनकी समझ में आ गया और इसलिए उन्होंने प्रियंका जी को मदद के लिए लिया. പ്രിയങ്കയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടാണ് ബീഹാറിലെ BJP മന്ത്രി വിനോദ് നാരായൺ ഝായുടെ വിവാദ പരാമർശം. പ്രിയങ്ക അതീവ സുന്ദരിയാണെന്നും അതിൽ കൂടുതലായി ഒരു രാഷ്ട്രീയ നേട്ടവും ഇല്ലെന്നും ഝാ പറഞ്ഞു. സുന്ദർ ചെഹ്റോ के आधार पर इस देश के लोगों से वोट नहीं लिया जा सकता है. നീചമായ ഇത്തരം പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ അറിവോടെയാണോ എന്ന് കോൺഗ്രസ് ചോദിച്ചു. സ്പീക്കറുടെ പ്രസ്താവന പദവിക്ക് ചേരാത്തത്. ये थोड़ा सोच के बोलें. भारत की संस्कृति और संस्कार शैली और भाषा को भी देखता है. वो भी एक राजनीतिक दल से जुड़ी हैं. BJP കടന്നാക്രമിക്കുമ്പോഴും പ്രിയങ്ക കോൺഗ്രസിന്റെ തുറുപ്പുചീട്ടാണെന്നും ഉചിതമായ സമയത്താണ് രാഷ്ട്രീയ പ്രവേശനമെന്നും NDA ഘടകകക്ഷിയായ ശിവസേന പ്രതികരിച്ചു. कांग्रेस के लिए ट्रम्प कार्ड है, लेकिन अब जनता कितना स्वीकार करती है वो जल्दी पता चलेगा. ന്യൂസ് 18 ഡൽഹി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ബൂത്ത് കമ്മിറ്റികൾ അങ്ങനെയാണ് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഗമത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളായിട്ട് പോലും പ്രിയങ്കരനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം ആ തിരക്കിനിടയിലും എറണാകുളത്ത് എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ പരിപാടികളുടെ ഒരു പൂർണ്ണ രൂപം ഇപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് നിങ്ങളെ അറിയിക്കുക എന്താണ് പ്രധാനമായ ഒരു ദൗത്യമായിട്ട് ഞാൻ ഇന്ന് കാണുന്നത്. പ്രിയപ്പെട്ട രാഹുൽജി, 29-ാം തീയതി രാവിലെ 10:30 മണിക്ക് അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേരും. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം വിമാനത്താവളത്തിൽ സ്വീകരണത്തിന് ശേഷം 11:30 മുതൽ 11:45 വരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റായിരുന്ന പ്രിയപ്പെട്ട ഷാനവാസിൻ്റെ ഗൃഹം സന്ദർശിച്ച്
അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ നേരിട്ട് അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി കുടുംബത്തോടൊപ്പം അദ്ദേഹം സമയം ചെലവഴിക്കുന്നതാണ്. അത് കഴിഞ്ഞ് 12:30 മുതൽ 1:30 വരെ UDF നേതാക്കന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. അത് കഴിഞ്ഞ് 13:15 അതുപോലെ 4:45 ഇടയിലുള്ള സമയം അദ്ദേഹം ഈ സംഗമത്തിൽ സംബന്ധിക്കാൻ പൂർണ്ണമായും മറൈൻ ഡ്രൈവിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ആ പന്തലിൽ അദ്ദേഹം എത്തിച്ചേരുന്നതാണ്. അത് കഴിഞ്ഞ് 5:45 അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്നതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടി. ഈ ഒരു സംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരും കഴിഞ്ഞ കുറേ ആഴ്ചകളായി രാപ്പകൽ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലപ്രാപ്തിയാണ് ഈ വരുന്ന 29-ാം തീയതി എറണാകുളം നഗരം ദർശിക്കാൻ പോകുന്നത്. എല്ലായിടത്തുനിന്നും പാർട്ടിയിലെ ബൂത്ത് പ്രസിഡന്റുമാരും ബൂത്ത് വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള മഹിളകളും അവിടെ സംബന്ധിക്കും. നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഈ ചടങ്ങിൽ രാഹുൽജിയോടൊപ്പം തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമന്വിതനായ നേതാവ് ശ്രീമാൻ AK ആന്റണി അവർ, അദ്ദേഹം, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല, ബഹുമാനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീമാൻ KC വേണുഗോപാൽ, അതുപോലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി ശ്രീമാൻ ഉമ്മൻചാണ്ടി, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറി ശ്രീമാൻ മുകുൾ വാസ്നിക്, PC ചാക്കോ എന്നിവർ ഈ ഒരു സംഗമത്തെ അഭിസംബോധന സംസാരിക്കുന്നതാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രീ KC വേണുഗോപാലിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പുതിയ ചുമതലകൾ കൊടുത്തതിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. അത്തരമൊരു തീരുമാനമെടുത്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ രാഹുൽജിയോട് കേരളത്തിലെ കോൺഗ്രസുകാരുടെ നന്ദി അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 29-ന് കേരളത്തിലെത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ വിശദീകരിക്കുകയാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയാൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇതോടെ 4 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.